മൂവി സ്റ്റാർട്ട് ചെയ്തത് മുതൽ എപ്പോഴും നമ്മുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരാത്ത മൊമെന്റ്സ് ഉണ്ടായിട്ടേ ഇല്ല. ആൻഡ് ഫൈനലി എത്തിയപ്പോൾ ആ ചിരി അങ്ങ് മാഞ്ഞു പോയി അല്ലേ. പ്രൊഡ്യൂസർ അഭിജിത്ത് ബാബുജി ആൻഡ് നമ്മുടെ മിസ് ഗോവിന്ദ് വസന്ത് പേരുകൾ കൊടുക്കാമല്ലേ നമുക്ക് ആദ്യം. താങ്ക് യു സോ മച്ച്. അറിയില്ല, ബട്ട് കുറച്ച് നല്ല ആക്ടേഴ്സും കുറച്ച് നല്ല ടെക്നീഷ്യൻസും ഒരു അടിപൊളി പ്രൊഡ്യൂസറൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവി. ചെറിയ പടമാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം പേരെടുത്ത് പറയുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. ഇന്നൊരു 15 മിനിറ്റ് ഹോൾഡ് ചെയ്യാലോ അല്ലേ? ഗുഡ് ഈവനിങ്, കൺഗ്രാജുലേഷൻസ്. കാശിക്ക് ഇങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. 3 വർഷത്തിലൂടെ അവിടുത്തെ ഒരു കഥ നമുക്ക് കാണാൻ പറ്റി. വളരെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റിയത്. കാശിക്ക് പോയ ഇത് കാണാൻ പറ്റി. എനിവേ ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പേര് സൂചിപ്പിക്കും പോലെ ചിന്ന ആശ, ചെറിയ ആഗ്രഹങ്ങൾ, അത് ആ ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന 2 പേരുടെ കഥ ചിന്തിച്ച് പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ. അത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ പ്രിയ സുഹൃത്ത് ഫായി അത് മനോഹരമായി സ്ക്രീനിൽ എത്തിച്ചു വരുന്നത്. ഇതുവരെ ആ സ്ഥലം കാണാൻ പറ്റിയിട്ടില്ല. സിനിമ കഴിഞ്ഞതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ ശബ്ദം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു മൂവി എന്നൊക്കെ പറയില്ലേ, ഒരു സോൾഫുൾ മ്യൂസിക്, ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസസ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയിൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മുഖത്തൊരു സ്മൈലായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഇത് എന്തിനും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാണാൻ നോക്കി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് വിഷമായി. ഇത് കണ്ടപ്പോൾ ഞാൻ ഈ നേരത്തെ പ്രശാന്തൻ പറഞ്ഞ പോലെ കാശിയിൽ പോയിട്ടില്ല, പോയി വന്നൊരു ഫീല് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര ഒരു എവിടേക്കോ ഒരു വിഷമം, പക്ഷെ എന്നാലും ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം. നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ ചില സമയങ്ങളുണ്ടാവും, ചില മൊമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരായിരിക്കാം ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സേ വന്നു പോകുള്ളൂ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന അതുപോലത്തെ ഒരു സിനിമയായിരുന്നത്. ആൻഡ് വർഷ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഓൾ ദി വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. പടം ഗംഭീരമായി, ഇനി ഗംഭീരമാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ബേസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു കഥ വർഷ പറയാൻ ആഗ്രഹിക്കുക. ഇതിന്റെ നറേഷൻ ഇത്ര തന്നെ ഫീൽ ചെയ്ത് ആണ് വർഷ എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് ഇതിന്റെ പാർട്ടാകാൻ തോന്നി. അപ്പോൾ അവരുടെ ജേർണിയിൽ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ഒരാളാകാൻ തോന്നി. അതാണ് ഞാൻ ഈ ക്യാരക്ടർ പ്ലേ ചെയ്തത്. സോ ഞാനിപ്പോൾ ഇപ്പോഴാണ് ബാക്കിയുള്ള ആർട്ടിസ്റ്റ്, ഐ മീൻ ഗോവിന്ദിൻ്റെയും ഒക്കെ മ്യൂസിക്കും കൂടെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ടച്ച്ഡാണ്. അപ്പോൾ പിന്നെ നമ്മുടെ സിനിമ നമ്മൾ തന്നെ ഒക്കെ പറയാൻ പാടില്ല, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. താങ്ക് യു സോ മച്ച് ഇന്ന് വന്നവർക്കെല്ലാം. മൂവി പറയാൻ വലിയ വാക്കുകളൊന്നുമില്ല, ഭയങ്കര എന്താ പറയുക, ഒരു കണ്ടൻമെൻ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് മോർ ദാൻ ബ്യൂട്ടിഫുൾ. ഇത് ഒരുപാട് പേരിലേക്ക് എത്തട്ടെ, എല്ലാവരും കാണട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് സംഗീത മാമിനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു കണ്ടന്റ് എല്ലാവർക്കും കിട്ടും തോന്നുന്നു. താങ്ക് യു വർഷ. യുവർ ജേർണി ഐ ഹാവ് ക്ലോസ്ലി ഫോളോഡ്. കല്യാണി ഞാനും വാരണാസി ട്രിപ്പ് വരെ പ്ലാൻ ചെയ്തു ഓൾറെഡി. ഞാനെപ്പോഴും ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് പറയുന്നൊരു കാര്യമുണ്ട്, ലൈക്ക് ഐ എം നോട്ട് സ്കെയർഡ് ഓഫ് ഡൈയിങ്, ബട്ട് ഐ എം സ്കെയർഡ് ഓഫ് ഡൈയിങ് അലോൺ. സോ ഐ കുഡ് relate to Leela. A lot of people like me will relate to Leela. Thank you for giving her that one day in her life, and thank you for giving all of us that one day. Thank you Vishnu for making me a part of this. നമ്മളെല്ലാവരും നമ്മളെ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്, we are so scared to show our vulnerabilities. We are scared to show how we actually feel. കരയാൻ നമുക്ക് പേടിയാണ്. And especially women, we are told all our lives ഉറക്കെ കരയരുത്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യരുത്, ബി ബാലൻസ്ഡ് ഓൾവേസ്. പക്ഷേ ദിസ് മൂവി ഇസ് വാട്ട് മലയാളം സിനിമ ഇസ്. ദിസ് ഇസ് വാട്ട് വി ഹാവ് ഓൾവേസ് ഡൺ. ബിക്കോസ് മൂവീസ് ലൈക്ക് ദിസ്, ഇങ്ങനത്തെ സിനിമകളാണ് തിയേറ്ററിലെ ആളുകൾ കാണേണ്ടത്. എനിക്ക് സിനിമയായിട്ട് വർഷമായിട്ടുള്ള വിഷ്ണുവായിട്ടുള്ള പേഴ്സണൽ കണക്ഷനാണ്, പ്രൊഫഷണലി ഒരു കണക്ഷനും ഇല്ല. ബട്ട് ഐ തിങ്ക് ദിസ് മൂവി വിൽ സ്റ്റേ വിത്ത് മീ ആസ് ലോങ് ആസ് ഐ എം ബ്രീതിങ്. ആൻഡ് thank you so much. And all our media friends are here. I really hope നിങ്ങളെല്ലാവരും ഇതുപോലത്തെ സിനിമകളെ സപ്പോർട്ട് ചെയ്യണം. ഗോവിന്ദ്, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഞാൻ 18 വർഷം മുമ്പ് ഉണ്ടാക്കിയിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഗോവിന്ദ് ബാംഗ്ലൂർ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ താമസിച്ച വീട്ടിലിരുന്ന് വയലിൻ വായിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഐ ഹാവ് പ്രിസർവ് ദാറ്റ് വീഡിയോ.
Shruti, so proud of you. Absolutely love your work. And the whole team. Like, I genuinely, truly hope this movie travels and stays. ഇത് OTT വരുമ്പോൾ നല്ലൊരു സിനിമയായിരുന്നു. ഇറ്റ് ഡിസേർവ്ഡ് മോർ എന്ന് പറയാനൊരു അവസരം ഉണ്ടാക്കാണ്ടിരിക്കുക. പ്ലീസ് സപ്പോർട്ട് ദിസ് ഫിലിം. ഐ ഹോപ്പ് ടു സീ മോർ ഓഫ് യു ആൻഡ് മോർ ഓഫ് യുവർ ക്രാഫ്റ്റ്. താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ഓൺലി ഇമോഷൻ. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഈ മൊമെന്റിൽ പറയണമെന്ന് തോന്നിയ കുറച്ച് വേർഡ്സ് ആയിരിക്കും ഇത് ഒബ്വിയസ്ലി. വളരെ സന്തോഷമുണ്ട്. ഒരു വർഷം ആദ്യം പാട്ട് എഴുതാൻ വേണ്ടി സമീപിച്ചിടമ്പോൾ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഡെപ്തുള്ള ഒരു സിനിമ ആയിരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഒരു പക്ഷേ വർഷയ്ക്ക് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു സന്തോഷം. ഈ സിനിമയ്ക്ക് ഒരുപാട് ഭാവിയുണ്ടെന്ന് ഞാൻ കരുതുന്നു. തിയേറ്ററിൽ ഓടിയാലും ഇല്ലെങ്കിലും സിനിമയ്ക്കും വർഷയ്ക്കും ഭാവിയുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടാക്കിയതിന് നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. എന്താ പറയുക, ഒരു കവിത പോലെ മനോഹരമായ സിനിമ എന്നൊക്കെ പറയുന്ന പോലൊരു സിനിമ. താങ്ക് യു വർഷ, അങ്ങനെ ഒരു സിനിമ സമ്മാനിച്ചതിന്. പ്രത്യേകിച്ചും ഒരു മിഡ് ഏജ് ആൾക്കാരുടെ ഒരു എന്താ പറയുക, പ്രണയമാണോ അതിനപ്പുറത്തേക്ക് വേറെന്തോ ആണോ എന്നൊക്കെ തോന്നുന്ന ഒരു സിനിമ തന്നതിന്. ഫയസിൻ്റെ സിനിമാറ്റോഗ്രാഫിയെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ പലതവണ പോയിട്ടുള്ള സ്ഥലമാണ് വാരണാസി. ആ ഘാട്ടുകളിലൊക്കെ ഞാൻ അവരുടെ കൂടെ അവരുടെ പിന്നിലോ മുന്നിലോ ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഒത്തിരി സന്തോഷം വീണ്ടും വാരണാസിയിലേക്ക് എത്തിച്ചതിന്. അപ്പോൾ ഇങ്ങനൊരു സിനിമ തന്നതിന് താങ്ക് യു. എനിക്ക് ഒത്തിരി വിഷ്ണു, എല്ലാവരും നമ്മുടെ ഒത്തിരി ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ, മധുബാല മാമിനെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. പുള്ളിക്കാരി ഇനിയും ഒത്തിരി ചെയ്യട്ടെ. അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒക്കെ ഭയങ്കര എനിക്കിഷ്ടമായി. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇൻ ബിറ്റ്വീൻ എനിക്കിത് ഭയങ്കര പേഴ്സണലി ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്ത ഗൂഢാലോചന എന്ന് പറഞ്ഞ പടത്തിൻ്റെ AD ആയിരുന്നു. വർഷകാലത്തെ AD പരിപാടിയായിരുന്നു. അന്ന് സെറ്റിലിങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടി, എല്ലാ കാര്യത്തിലും വന്ന് ചേട്ടാ ഓക്കെയല്ലേ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അന്ന് വർഷമായിട്ട് നല്ല കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയത്താണ് വർഷയുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിം റിലീസാവുന്നത്. അപ്പോൾ അത് അന്ന് അയച്ചു തരികയും അത് ആ സമയത്ത് യൂട്യൂബിൽ ഭയങ്കര സീരിയസ്ലി ഹിറ്റാവുകയും അതിൻ്റെ കണ്ടന്റിനെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്ണു ആയിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്ത്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കമ്പനി ആവുന്നത്. അപ്പം അന്ന് പോലെ വിഷ്ണുവായിട്ടും നമ്മളെ പലപ്പോഴും കാണുമ്പോഴും ജേണിയിൽ ഒരുമിച്ച് ഉണ്ടാവുകയും പിന്നീട് ഞങ്ങൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു എനിക്ക് വിഷ്ണുവിൻ്റെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഇൻസോംനിയ നൈറ്റ്സ്, അതിൻ്റെ ചെറിയ ഫ്ലേവേഴ്സൊക്കെ ഉണ്ട് ഈ ക്യാരക്ടറിന്. അപ്പം അതിൽ ഞാനും ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് എപ്പിസോഡിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ വിഷ്ണുവൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പം പിന്നീട് അത് കഴിഞ്ഞിട്ട് വർഷയുടെ സ്റ്റാറ്റസ് കൂടുതൽ യാത്രകളും ഹിമാചലിൽ സ്പിതി, പിന്നെ ഇത് വാരണാസി യാത്രകളായിരുന്നു. പിന്നീട് ഒരു 3-4 കൊല്ലം ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം നല്ല രസം ഉണ്ടായിരുന്നു എൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചു വർഷ സിനിമ വിട്ടുപോയിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങനെ ഈ പടത്തിൻ്റെ പോസ്റ്ററും അനൗൺസ്മെൻറ്റും ഒക്കെ കണ്ടപ്പോഴാണ് വർഷ ഇതിൻ്റെ അകത്ത് ഇത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സാധനം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തത് എന്നുള്ളത് എനിക്ക് ഇത് ഈ ഡോട്ട്സ് എല്ലാം കൂടെ കണക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം നമുക്ക് ഈ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു യാത്ര പോവാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ രഞ്ജേട്ടനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പിന്നെ പേരുണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ സപ്പോർട്ട് ചെയ്തവരുണ്ട്. അവർക്കും ജോയിൻ ചെയ്ത എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും സിനിമ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യുക.